ആലപ്പുഴയിൽ ജി സുധാകരൻ CPM പോര് കനക്കുകയാണ്. നീർക്കുന്നം സ്കൂളിലുണ്ടായ വാക്തർക്കത്തിന് പിന്നാലെ സുധാകരനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനൊരുങ്ങുന്നു CPIM കാണിക്കുന്ന അവധാനത സുധാകരൻ ദൗർബല്യമായി കാണരുത് എന്നാണ് മുൻ MLA സലാമിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരൻ പിരിച്ച പണം എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും സലാം വെല്ലുവിളിക്കുകയാണ്. നീർക്കുന്നം സ്കൂളിലെ തർക്കത്തിൽ എന്താണ് നടന്നത് എന്നറിയാൻ CCTV പരിശോധിക്കണമെന്നും സലാം ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതികരണം കാണാം. ഞാനും CB ചന്ദ്രബാബുവും പറഞ്ഞു 2021 ഇലക്ഷൻ കാലത്ത് അദ്ദേഹം പിരിച്ച പൈസയെക്കുറിച്ച് പരസ്യപ്പെടുത്തു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, അദ്ദേഹം ആരുടെ നിന്നെല്ലാം പൈസ പിരിച്ചു, ഓരോ ആൾക്കാർ എത്ര രൂപ തന്നു, എന്താ പരസ്യപ്പെടുത്താത്ത? ഇപ്പോഴും പരസ്യപ്പെടുത്താത്ത എന്താ? അദ്ദേഹം പിരിച്ച പൈസ അതിന്റെ കണക്ക് നാട്ടുകാരോട് ജനങ്ങളോട് പറയണം. എന്നിട്ട് ഈ അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയാൽ മതി. ഇദ്ദേഹം പറയുന്നതെല്ലാം അതേ തൂക്കത്തിലും വാക്കിലും വർത്തമാനം പറയാൻ അറിയാത്ത ആരുമല്ല CPMന്റെ ഭാഗമായി നിൽക്കുന്നവർ. ഞങ്ങളുടെ അവധാനത കാണിക്കുകയാണ്. CPM കാണിക്കുന്ന ഒരു അവധാനത എന്തോ ഒരു ദൗർബല്യമാണെന്ന് ജി സുധാകരൻ വിചാരിക്കരുത്. ഒരുപാട് അഴിമതി വിരുദ്ധ പ്രസംഗവും നടത്തി അമ്പലപ്പുഴ കിടന്ന് ഒരുപാട് ഈ പറഞ്ഞ എല്ലാ വേദിയിലും വന്ന് വായി തോന്നുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി വരേണ്ട കാര്യമൊന്നുമില്ല. ജി സുധാകരൻ പ്ലാൻ ചെയ്ത് വന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നത് ഈ പറഞ്ഞ ആക്രമിച്ച ആളെന്ന് പറയുന്നത് ഈ നാട്ടിൽ എല്ലായിടത്തും വിവരാവകാശം കൊടുത്ത് ജീവനക്കാരെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അല്ലെ മറ്റുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അയാളും കൊണ്ടുവന്നാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ് PTA പ്രസിഡന്റ് പ്രശാന്ത് സ്കൂട്ടി പ്രശാന്തിനെ ആക്രമിച്ചു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് LC മെമ്പർ കൂടിയാണ് ജീതു. ഈ രണ്ടുപേരെ ആക്രമിച്ചിട്ട് രണ്ടുപേരും ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാലയമായി നീർക്കുന്ന SDB ഗവൺമെൻറ് UP സ്കൂൾ. ആ സ്കൂളിനെ തകർക്കാൻ ഈ പറഞ്ഞ 2-3 ആൾക്കാർ നിരന്തരം നടക്കുന്ന രീതിയുണ്ട് ആ സ്കൂളിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ജി സുധാകരൻ നിന്ന് ആ സ്കൂളിലേക്ക് വന്നത്. ഒരു തെറ്റായൊരു കാര്യം ആ സ്കൂളിൽ നടന്നിട്ടില്ല. ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ ഒരു സ്കൂളിലാണ് ആക്ഷേപം വന്ന് പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞിട്ട് അവിടെ CCTV ഉണ്ട്. അവിടെ 24 മണിക്കൂർ പോകുന്ന CCTV അവിടെയുണ്ട്. ആ CCTV നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അവിടെ എന്താണ് നടന്ന മുഴുവൻ കാര്യം അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു തെറ്റായ കാര്യം അവിടെ ഇല്ല. MLA ഓഫീസിലേക്ക് CPM ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഉണ്ടാവുക. എന്നാൽ നീർക്കുന്നം സ്കൂളിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് PTA ഭാരവാഹികളായി ഇരിക്കുന്നതെന്നാണ് സുധാകരൻ ആരോപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും MLA വ്യക്തമാക്കിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ ഒരു പരിപാടിക്ക് ജി സുധാകരൻ എത്തുന്നു. ജി സുധാകരനെതിരെ കയർക്കുന്ന ഒരു CPM പ്രവർത്തകൻ, അതിന് ജി സുധാകരൻ മറുപടി നൽകുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. അതിനുശേഷം അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ CPM വലിയ ആരോപണങ്ങളുമായി എത്തുകയാണ് ജി സുധാകരനെതിരെ. ഇനി പ്രതിഷേധ പരിപാടിയിലേക്കും കടക്കുന്നുവെന്നാണോ? ജി സുധാകരൻ ചില അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ തിരിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് പിരിച്ച പണം എവിടെയെന്നുള്ള ചോദ്യമൊക്കെയാണ് സലാം ചോദിക്കുന്നത്. ഇതിൽ സലാമിന്റെ പ്രതികരണം മാത്രമാണോ CPMന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്? സലാം, ജി സുധാകരൻ ഇവർക്കിടയിലുള്ള ഭിന്നത നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ മനീഷ്. ഇവിടെ 2 ആഴ്ചകൾക്ക് മുൻപാണ് ജി സുധാകരൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം രൂപ വീതം വാങ്ങി 100 പേരെ അനധികൃതമായി ക്ലീനിംഗ് സ്റ്റാഫായി നിയമിച്ചു എന്ന വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചത്. അതിനെതിരെയും CPM രംഗത്ത് വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജി സുധാകരൻ എങ്കിൽ തന്റെ ഭരണത്തിലുള്ള UDF കക്ഷിയോട് പറഞ്ഞുകൊണ്ട്, ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മന്ത്രിയോട് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടൊരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി കത്ത് നൽകുന്നില്ല? ഇപ്പോഴിതാ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നും അവിടെ കിഫ്ബി അനുവദിച്ച ഫണ്ട് മുഖേന ഒരു പുതിയ കെട്ടിടം പണിയുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ അവിടെ നിന്നും മണൽ കടത്തിയെന്നാണ്. അത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയിൽ അവിടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജി സുധാകരൻ MLA എത്തുന്നു. അവിടെ വെച്ച് PTA പ്രസിഡന്റ് അമ്പലപ്പുഴയിലെ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രശാന്ത് കുട്ടിയൊപ്പം തന്നെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് S ഹാരിസ് അടക്കമുള്ള ആളുകളുമായി തർക്കത്തിലേർപ്പെടുന്നു. അങ്ങനെ S ഹാരിസ് ആണ് ജി സുധാകരനോട് സാർ എന്ന് വിളിപ്പിച്ചതല്ലേ എന്ന രീതിയിലുള്ള അടക്കമുള്ള വലിയ തർക്കത്തിലേക്ക് ഏർപ്പെടുന്നു. പിന്നീട് അവിടെ വലിയ കയ്യാങ്കളി ഉണ്ടാകുന്നു, അടിപിടി ഉണ്ടാകുന്നു. S ഹാരിസിനെയും ഒപ്പം തന്നെ പ്രശാന്ത് കുട്ടിയെയും കൂടെ വന്ന നസീബ് എന്നയാൾ മർദ്ദിക്കുന്നു, നസീബിനെ തിരിച്ചു മർദ്ദിക്കുന്നു എന്നുള്ള വലിയ ആരോപണവും പരാതിയും വരുന്നു. ഇരു കൂട്ടരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനും ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. 2 കൂട്ടരും പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് ഇതുവരെയും 2 കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടില്ല എന്നാണ് അറിവായിട്ടുള്ളത്. അങ്ങനെ ജി സുധാകരനെ സംബന്ധിച്ചുള്ള ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട തർക്കം അത് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലും ജി സുധാകരൻ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു കയ്യാങ്കളിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ആലപ്പുഴ പുന്നപ്ര പറവൂർ തൂക്കുകുളത്തെ
ജി സുധാകരന്റെ MLA ഓഫീസിലേക്ക് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായി ജി സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അവഹേളനം, അപമാനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണെന്നാണ് CPMന്റെ ആരോപണം. പക്ഷേ ജി സുധാകരന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് സർക്കാർ തന്നെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട ഒരു PTA കമ്മിറ്റിയാണ്. വലിയ അഴിമതി കഴിഞ്ഞ 8 വർഷമായി കാണിക്കുന്നു, മണൽ കടത്തുന്നു, കുട്ടികളുടെ ചോറ് കഴിക്കാനുള്ള അരിയിൽ വരെ അഴിമതി കാണിക്കുകയാണ്. പ്രാദേശികമായുള്ള പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് അവിടെ PTA ഭരിക്കുന്നത് എന്ന രീതിയിൽ. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ജി സുധാകരൻ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ സുധാകരനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം കനപ്പിക്കുക, അതിനൊപ്പം തന്നെ സുധാകരൻ 2021 കാലത്ത് അദ്ദേഹം നടത്തിയ ചില പിരിവുകൾ, പാർട്ടിയുടെ പേരിലും സ്ഥാനാർത്ഥിയുടെ പേരിലും ചില പിരിവുകൾ നടത്തിയെന്നും അത്തരം പിരിവുകളുടെ പണം പാർട്ടിയിലേക്ക് യഥാവിധം എത്തിയിട്ടില്ല എന്നും പാലത്ര കൺസ്ട്രക്ഷൻ എന്ന വലിയ കമ്പനിയിൽ നിന്നും വലിയ തുക ജി സുധാകരൻ വാങ്ങിയിട്ടത് ജി സുധാകരൻ അഴിമതിക്കാരനല്ലാത്ത നേതാവ് എന്നതാണ് എല്ലാ കാലത്തും CPM അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം.